ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആണ്ടവർ നമുക്ക് പിന്നെയും ഒരു നാളും കൂടെ തന്നിരിക്കുക. ആണ്ടവർ ചെയ്തിരിക്കുന്ന ഉപകാരങ്ങൾ നമുക്ക് ഓർക്കാം. ഇന്ന് എപ്പിസോഡ് 99 നമ്മൾ വാസിക്കാൻ പോവുകയാണ്. 99 അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന അത് ഫിലിപ്പി ലേഖനം 1:17 തൊട്ട് 18 വാക്യം. 1:17 തൊട്ട് 18 വരെയുള്ള വാക്യം. 17 വാക്യം നേരത്തെ നമ്മൾ വിസാരിച്ചാച്ച് ഇന്ന് അത് ഒന്നും കൂടെ നമ്മൾ വിസാരിച്ചിട്ട് 18 വാക്യത്തിലേക്ക് നമുക്ക് പോയിടാം. 17 വാക്യത്തിൽ മറ്റവരോ എൻ്റെ ബന്ധനങ്ങളാൽ എനിക്ക് ക്ലേശം വരുത്തുവാൻ ഭാവിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നത് ഇങ്ങനെ சொல்ல அங்கே നമ്മൾ നേരത്തെ നമ്മൾ പഠിച്ചാച്ചേ അங்கே രണ്ട് തരത്തിലുള്ള ആൾക്കാർ സുവിശേഷം പറവാൻ വേണ്ടി പോകുന്നുണ്ട്. അത് രണ്ടുപേരേത് നമ്മൾ വിസാരിച്ചാച്ചേ അത് രണ്ടുപേരേത് ഒന്ന് ദൈവത്തിൻ്റെ മക്കൾക്ക് എപ്പടി കഷ്ടം വരുവാൻ പറ്റും, അതിനുവേണ്ടി അവർക്ക് കഷ്ടം വരുത്തുവാൻ വേണ്ടി അവർ അറിഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ വേല ചെയ്യുക. കാരണം അതുമൂലം എന്നെ പറ്റണം, ദൈവത്തിൻ്റെ മക്കൾക്ക് എന്നെ പറ്റണം, ദൈവത്തിൻ്റെ മക്കൾക്ക് പ്രയാസം വരിക മാത്രമല്ല, അവർക്ക് പ്രോസിക്യൂഷനിൽ കൂടെ പോകണം, അല്ലെങ്കിൽ അവരെ ടോർച്ചർ ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് അടിയെ, അല്ലെങ്കിൽ അവർ ജയിലിൽ പോകണം. അങ്ങനെയുള്ള എല്ലാ കാര്യത്തിലേക്ക് പോകാൻ വേണ്ടി താൻ അവരുടെ പൂർണ്ണ നിശ്ചയം അവരുടെ ആണ്ടവരുടെ ചിത്തമനുസരിച്ചല്ല അവർ ചെയ്യുന്നത്. അവർ ആരുടെ ചിത്രത്തിന്, അവർ മനുഷ്യൻ്റെ ചിത്തത്തിൽ അല്ലെങ്കിൽ പിശാചിൻ്റെ ചിത്തം അനുസരിച്ചാണ് അവർ ചെയ്യുന്നത്. അവർ പിശാചിന് വേണ്ടിത്താൻ അവർ വേല പണുക. അവർ എന്ന ചെയ്യുക, അവർ ചെയ്യുന്ന സുവിശേഷം എന്തിനാ? അത് ദൈവമക്കൾക്ക് പ്രയാസമുണ്ടാകുന്ന അല്ലെങ്കിൽ അവർക്ക് ദുഃഖം വരുന്ന രീതിയിൽ ചെയ്യുക. അത് പിശാചിൻ്റെ സന്തതികൾ അല്ലെങ്കിൽ പിശാച് അവരിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ അവരപ്പടി ചെയ്യുന്നത്. എന്നാൽ ദൈവമക്കൾ എന്നെ പറ്റും, അവർ സുവിശേഷം ചൊല്ലുന്നത് ദൈവത്തിലേക്ക് ആദായപ്പെടുവാൻ വേണ്ടി, അതായത് അവരുടെ ഫലം മറ്റുള്ളവരിലേക്ക് ചെല്ലുവാൻ വേണ്ടി താൻ അവർ എന്നെ ചെയ്യുന്ന അവർ സുവിശേഷം ചൊല്ലുന്നത്. അതായത് അവർ ചൊല്ലുന്നത് അതുമൂലം ആത്മാവ് കിടക്കണം. അവരുടെ മുഴുവനും ചിന്ത എന്നതാ? ആത്മാവ് എപ്പടി വീണ്ടെടുക്കാൻ പറ്റും, അത് തന്നെ അവരുടെ ചിന്ത. അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്ന ആണ്ടവരുടെ കൃപയില്ലാതെ അല്ലെങ്കിൽ ആണ്ടവരുടെ ചിത്തമില്ലാതെ അത് ചെയ്യാൻ മുടിയാതെ. അന്നേരം ഇங்கே നമ്മൾ பார்ക്കുന്നത് ഇവർ എന്നാ பண்ணுவோம், ഇവർ ആണ്ടവർക്ക് ചിത്തമനുസരിച്ച് അവർ സുവിശേഷ വേല. 17 വാക്യത്തിൽ നമ്മൾ എന്നാ വാസിക്കുന്നത്? മറ്റോരോ എൻ്റെ ബന്ധനങ്ങളാൽ എനിക്ക് ക്ലേശം വരുത്തുവാൻ ഭാവിച്ചുകൊണ്ട് നിർമ്മലയോട് അല്ല ശാഠ്യത്താൽ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന നമ്മൾ 17 വാക്യത്തിൽ 17 18 വാക്യം താൻ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നുകൂടെ പാക്കട്ടെ. 17 വാക്യം താൻ നമ്മൾ വാസിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ പഠിച്ചാച്ച് അവർക്ക് ക്ലേശം വരുത്താൻ തക്കോണത്തെ. 18 വാക്യത്തിൽ പിന്നെ നാട്യമായിട്ടോ പരമാർത്ഥമായിട്ടോ ഏതു വിധേനയും ക്രിസ്തുവിനെ അല്ലോ പ്രസംഗിക്കുന്ന ഇതിൽ ഞാൻ സന്തോഷിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഇംഗ്ലീഷിൽ അവർ ചെയ്യുന്നത് ഏത് രീതിയിലായിട്ട് പറവായില്ല. അതുകൊണ്ട് പ്രശ്നമേ കിടക്കാതെ എൻ്റെ പ്രശ്നം കിടക്കാതെ അവർ എന്നാ ചൊല്ലുന്നത്? സുവിശേഷം താൻ പ്രസംഗിക്കുന്നത്. അവർ ആത്മാവിൽ നിറഞ്ഞ് സുവിശേഷം പണ്ണുവോ, അത് ആത്മാവിൽ നിറയാതെ സുവിശേഷം പണ്ണുവോ, അവർ പണ്ണുന്നത് എന്നതാണ് സുവിശേഷം താൻ. അതുമൂലം ചിലർ സത്യത്തെ മനസ്സിലാക്കും. അതായത് വചനം കേൾക്കുന്നവർക്ക് അവർ സത്യത്തെ മനസ്സിലാക്കും, അല്ലെങ്കിൽ സത്യം അറിയാൻ വേണ്ടി അവർ ഇച്ഛിക്കും. അത് തന്നെ നമ്മുടെ ഇടയിൽ പല സമുദായങ്ങൾ അപ്പടി ചെയ്ത്, ഞാൻ ആരെപ്പറ്റി സമുദായത്തെ പറ്റി சொல்லுന്നില്ല. നമ്മൾ ചെയ്യുന്ന വേല എന്തു വേണം?
ஆண்டோருக்கு சித்தமாய் வேணும். அல்லெങ്കിലും தன் பரவாயில்லை. இங்கே அப்போஸ்தலனாയ പൗലോസ് എന്നെ சொல்லுது, அப்படி ചെയ്തില്ലെങ്കിലും അവർ വേല ചെയ്യുന്നല്ലോ, അതുകൊണ്ട് പറവായില്ല. എനിക്ക് ദുഃഖം വന്നാലും അല്ലെങ്കിൽ എനിക്ക് പ്രയാസം വന്നാലും അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് എനിക്ക് ജയിലിൽ എനിക്ക് രമ്പ കഷ്ടം വന്നാലും എനിക്ക് പറവായില്ല. എന്നതാ, അവരും സുവിശേഷം തന്നെയല്ലേ പ്രസംഗിക്കുന്നത്. അവരെന്നാ சொல்லுது? സുവിശേഷം തന്നെ. അന്നേരം അവർ സുവിശേഷം തന്നെ പ്രസംഗിക്കുന്നതുകൊണ്ട് എന്നാ പറ്റും? ദൈവത്തിൻ്റെ വചനം അതുകൊണ്ടും വ്യാപിക്കും. അന്നേരം ഇങ്ങനെ சொல்லுது, அதுதான் പൗലോസ് சொல்லுது. പിന്നെ നാട്യമായിട്ടോ അവരത് നാടകമായിട്ടല്ല, നാട്യമായിട്ട് അല്ലെങ്കിൽ അത് ഒരു കബളിപ്പിക്കാൻ വേണ്ടി പണ്ടുന്ന രീതിയായിട്ടോ അല്ലെങ്കിൽ പരമാർത്ഥമായിട്ട്, അല്ലെങ്കിൽ പരമാർത്ഥം എന്ന് ചൊല്ലിയാൽ നിനക്ക്, അതായത് ആണ്ടവർക്ക് ചിത്തം വരണമെന്നുള്ള അതേ ആശയിൽ താൻ അവർ ചെയ്തതോ രണ്ടും എന്നതാ. അവർ ഇങ്ങനെ പൗലോസ് എന്നാ சொல்லுது? പ്രസംഗിക്കുന്നത്, ഇതിൽ ഞാൻ സന്തോഷിക്കുന്നു, അതിനാൽ ഞാൻ സന്തോഷിക്കുന്നു. പൗലോസ് അങ്ങേയും എന്നെ പണ്ണുക, സന്തോഷം ഇരിക്കുക. ആ സന്തോഷം ആരുടെ ഫലമാണ്? ദൈവമക്കൾക്കുള്ള ഫലമാണ്. എങ്കിൽ അപ്പോസ്തലനായ പൗലോസ് ആണ്ടവരുടെ മക്കളായതുകൊണ്ട്, അല്ലെങ്കിൽ ആണ്ടവരെ വിശ്വസിച്ച് അവൻ சொல்லுது, അത് എനിക്ക് സന്തോഷം തന്നെ തരുക. എനിക്ക് പ്രയാസം വന്നാലും പ്രശ്നമില്ല. എനിക്ക് എന്നതാ, ആണ്ടവർക്ക് ആണ്ടവരുടെ വചനം തന്നെ അവർ ഘോഷിപ്പിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് സന്തോഷം ഇരിക്കുന്നത് എന്ന് சொல்லுது. അത് മാത്രമല്ല, അവൻ சொல்ல ഇനിയും ഞാൻ സന്തോഷിക്കും. അതായത് ഞാൻ ഈ സന്തോഷം ഞാൻ അപ്പടിയേ പോയിക്കൊണ്ടേയിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ എന്നതാ, കാരണം എൻ്റെ ആശ എന്നതാ, എൻ്റെ ആശ എന്ന് ചൊല്ലിയാൽ പൗലോസ് ഇങ്ങനെ ചൊല്ലുന്നത്, എൻ്റെ ആശ എന്ന് പറഞ്ഞാൽ എപ്പോഴാണെങ്കിലും സുവിശേഷം മറ്റുള്ളവരുടെ പക്കത്തിൽ ചെല്ലണം. പൗലോസിൻ്റെ മനസ്സ് നോക്കിക്കുക. അവന് കഷ്ടം വന്നാലും പ്രശ്നമില്ല, അവന് ദുഃഖം വന്നാലും പ്രശ്നമില്ല. അവർ പ്രസംഗിക്കുന്നത് മൂലം ആണ്ടവരുടെ വചനം മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ചെല്ലണം. അത് പിശാചിൻ്റെ പ്രവൃത്തിയോ അല്ലെങ്കിൽ അവർ നാശകരമായ പ്രവൃത്തിയോ എന്തോ ആണെങ്കിലും അവർ ചെയ്യുന്ന മൂലം എന്തുണ്ടാവണം? ആത്മാവിനെ കേൾക്കണം. ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കണം. ആണ്ടവരുടെ വചനം നമുക്ക് കളിപ്പിക്കാൻ മുടിയാതെ. അതായത് ആണ്ടവരുടെ വചനം ശരിയായിട്ട്, കാരണം നമ്മൾ ചൊല്ലുമ്പോൾ ആരെ പറ്റി ചൊല്ലുക? ആണ്ടവരുടെ യേശു ക്രിസ്തുവിനെ പറ്റി. ഇപ്പം എന്നാ പ്രോബ്ലം നമുക്ക് തിരിയണം. എന്നതാ, ഇപ്പം പൗലോസ് അല്ലെങ്കിൽ ആണ്ടവരുടെ മക്കള് അവർ ആണ്ടവരായ യേശു ക്രിസ്തുവിനെ നമ്പിയാച്ചു. അന്നേരം അവർ നമ്പി അല്ലെങ്കിൽ അവർ വിശ്വാസം കാണിച്ച് അവർ സുവിശേഷം ചൊല്ലും. അന്നേരം ഇവർക്ക് എന്നാ ചെയ്യണം? ഇവരെന്നാ ചെയ്യുന്നത്? ആണ്ടവരുടെ സുവിശേഷം തന്നെ ചൊല്ലിയിട്ട് അത് മൂലം മുന്നിലുള്ളവർക്ക് പ്രശ്നം വന്നിടണം. അന്നേരം അപ്പടി ചെയ്യുമ്പോൾ അവർ എന്നാ ചൊല്ലുന്നത്? അത് തന്നെ നമുക്ക് ആണ്ടവരായ യേശുക്രിസ്തു ചൊല്ലിയ ഒരു വാക്ക് നമുക്ക് പാക്കലാം. നമ്മൾ സുവിശേഷത്തിൽ നമ്മൾ തന്നെ ആണ്ടവരുടെ സീസറുകൾ ചെന്ന് ആണ്ടവർ ചൊല്ലി, ഞങ്ങൾ കൊഞ്ചം പേരെ പാത്താച്ച് അവർ നിന്റെ നാമത്തിൽ അതിശയ കർമ്മങ്ങൾ പണിടുക. എന്നെ പണുക? അതിശയ കാര്യങ്ങൾ പണിടുക നിന്റെ നാമത്തിൽ. അന്നേരം അവരോട് ഞങ്ങൾ ചൊല്ലി, നിങ്ങൾ ഞങ്ങളുടെ കൂടെ ചേര, കാരണം നമ്മളെല്ലാം ഒന്ന് തന്നെ, നമുക്ക് അവർ വരാതെ. ആണ്ടവർ ചൊല്ലി എന്നാ தெரியுமா? ആണ്ടവർ ചൊല്ലി എൻ്റെ നാമം ചൊല്ലിയിട്ട് അതുകൊണ്ട് ഒരു ആശ്ചര്യകർമ്മം പണിയാൽ അത് എന്നാ പറ്റും? അവൻ എനിക്ക് എതിരായിട്ട് ചൊല്ലാൻ മുടിയാതെ. അവൻ നിങ്ങളുടെ കൂടെ വരുവോ ഇല്ലയോ അതല്ല, കാരണം നിങ്ങൾ ആണ്ടവർക്ക് എതിരായിട്ട് നിങ്ങൾക്ക് എപ്പോഴും ചൊല്ലാൻ പറ്റും? അവൻ്റെ നാമത്തിൽ താൻ നിങ്ങൾ അവരെ എന്നാ ചെയ്യുന്നത്? അവർ ആശ്ചര്യകർമ്മങ്ങൾ പണുക, അത്ഭുതങ്ങൾ പണുക, അല്ലെങ്കിൽ അവർ സൗഖ്യം കൊടുക്കുക, അല്ലെങ്കിൽ ചെയ്യുന്ന ആരുടെ പേരിലാണ് കൊടുക്കുന്നത്? ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. അവർ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്തിട്ട് ആണ്ടവരായ യേശുക്രിസ്തുവിനെ അവർക്ക് എതിരായിട്ട് ചൊല്ലാൻ പറ്റുമോ?
சொல்ல முடியாது. കാരണം യേശുക്രിസ്തുവിൻ്റെ പേര് വെച്ച് തന്നെ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ കവലപ്പെടേണ്ട. അവർ അപ്പടി ചെയ്താലും നിങ്ങൾ അതിനെപ്പറ്റി ഇത് തന്നെ ഈ സെയിം കാര്യം താൻ അംഗീകരിക്കുന്നത്. അവർ എന്തിനാ അപ്പടി ചെയ്യുന്നത് தெரியுமா? ആണ്ടവരായ യേശുക്രിസ്തുവിന് കഷ്ടം കൂടുതൽ വരണം. അന്നേരം ആണ്ടവരുടെ അതുതാണ് അതിൻ്റെ കാരണം. നമുക്ക് വാസിച്ച് പഠിക്കുമ്പോൾ നമുക്ക് തിരിയും. കാരണം എന്നതാ, ആണ്ടവരുടെ നാമത്തിൽ ചെയ്യുമ്പോൾ അവർക്ക് മറ്റുള്ള യഹൂദന്മാർക്ക് അവർക്ക് കോപം വന്നിടുമ്പോൾ അവർ എന്നെ പറ്റും, ആരോട് പ്രശ്നം ഉണ്ടായിടും? ആണ്ടവരായ യേശുക്രിസ്തുവിനോട്. ഇങ്ങനെ അപ്പോസ്തലനായ പൗലോസിനോട് കോപം വന്നിട്ട് അവർ എന്നെ പണ്ടുവാ സുവിശേഷം ചൊല്ലുക. എന്തിനാൻ? അപ്പോസ്തലനായ പൗലോസിനെ എപ്പടി പ്രശ്നം കൂടുതലായിട്ട് വരും, അല്ലെങ്കിൽ അവനെ എപ്പടി പണിഷ്മെൻ്റ് കൂടുതൽ കിടക്കും, അതുതാൻ അവരുടെ ചിത്തം. പക്ഷേ അവർ ആരെ പറ്റിയാ ചൊല്ലുക? ആണ്ടവരായ യേശുക്രിസ്തുവിനെ പറ്റി. ആണ്ടവരായ യേശുക്രിസ്തുവിനെ പറ്റി നല്ലത് ചൊല്ലിയെങ്കിൽ തന്നെ സുവിശേഷമാവുമല്ലോ. അവർക്ക് ചീത്ത എപ്പോഴും ചൊല്ലാൻ പറ്റും? அப்படி சீத்த അല്ലെങ്കിൽ அது തെറ്റ് തപ്പ് ചൊല്ലിയാൽ എന്നാ പറ്റും? അവർ തപ്പ് പറ്റുകയും അവർ ആണ്ടവരുടെ സുവിശേഷമല്ല ചൊല്ലുന്നത്. ഇങ്ങനെ നല്ലൊരു പൊടിയാണ് എന്തെങ്കിലും ചൊല്ലുന്നത്. ഞാൻ ചൊല്ലിയതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അവരും സുവിശേഷം താൻ പേശുന്നത്. അവർ സുവിശേഷം പേശുന്നത് അവരുടെ മനസ്സിലെ ചിത്തം എന്ന് വെച്ചാൽ ഇവർക്ക് എപ്പടി കഷ്ടം ജാസ്തി വന്നിടണം, അതുതാൻ അവരുടെ വിസാരം. എന്നാൽ അവർ എന്നതാ ചൊല്ലുന്നത്? ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം തന്നെ അവരും പേശുന്നത്. അതുകൊണ്ട് അത് നല്ലപോലെ ചൊല്ലിയാലും അല്ലെങ്കിൽ അത് ചീത്ത എപ്പടി ചൊല്ലിയാലും ആരുടെ നാമം മഹിമപ്പെടുക? ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ നാമം. അതിനെ പൗലോസ് അതുകൊണ്ട് എനിക്ക് സന്തോഷം கிடைக்குது. എനിക്ക് സന്തോഷം കഴിക്കുക. ഇവർ എന്തിനെ അപ്പോസ്തലനായ പൗലോസിന് എതിരായിട്ട് പണ്ണണം? അതിൻ്റെ കാരണം അപ്പോസ്തലനായ പൗലോസ് താൻ അങ്ങ് സുവിശേഷം കൊണ്ടുവന്നത്. ആരാ? ഇങ്ങനെ ഫിലിപ്പിയിൽ സുവിശേഷം കൊണ്ടുപോയത് ആരാണ്? അപ്പോസ്തലനായ പൗലോസ്. അന്നേരം ആൾക്കാർ നിങ്ങളെ ആര് താൻ ചൊല്ലിയെന്ന് ചൊല്ലും അവരെന്ന് പറയും? അപ്പോസ്തലനായ പൗലോസ്. അപ്പോസ്തലനായ പൗലോസിന് കഷ്ടം കൂടണം. അവരുടെ ചിത്തം ആണ്ടോടെ വചനം ചൊല്ലുകയല്ല അവരുടെ ചിത്തം. അപ്പോസ്തലനായ പൗലോസിന് എപ്പടി പ്രോബ്ലം കിടക്കാൻ പറ്റും, അതുതാൻ അവർ ചൊല്ലുക. അതായത് നമ്മൾ ഇത് തന്നെ നമ്മൾ പാക്കുന്നത്. ഈ 18ാം വചനത്തിൽ നമ്മൾ ഒന്നുകൂടെ നമ്മൾ വാസിച്ചിടാം. What then, notwithstanding every way, whether in pretense or in truth, Christ is preached, and therein do rejoice ye and will rejoice. He says, അവർ എന്നാ ചൊല്ലുക? അവർ എന്നത് ആണ്ടവരായ യേശുക്രിസ്തുവിനെ പിന്നെ ചൊല്ലുക. അതുകൊണ്ട് ഞാൻ സന്തോഷമായിരിക്കും, എനിക്ക് സന്തോഷം கிடைக்குது എന്ന് അതുകൊണ്ട് ഞാൻ എന്നാ ചൊല്ലിക്കുന്നത്? എനിക്ക് സന്തോഷം, ഞാൻ സന്തോഷിക്കും. അത് മാത്രമല്ല ഇനിയും സന്തോഷിച്ചിടും. അവരെ എത്രയും ചെല്ലുന്നു അത്രയും ഞാൻ സന്തോഷിച്ചിടും. ഞാൻ എൻ്റെ വചനം ഇങ്ങനെ ഞാൻ നിർത്തുകയാണ്. ആണ്ടോ നിങ്ങളെ ആശീർവദിക്കട്ടെ. നിങ്ങൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയാണെങ്കിലും നിങ്ങൾ പാർക്കണം. നിങ്ങൾ എന്തിനു വേണ്ടി ചെയ്യുന്നു, നിങ്ങളുടെ മനസ്സിലെ ആ ആഗ്രഹം എന്താണെന്ന് നിങ്ങൾക്ക് തിരിയണം. ആണ്ടോർക്ക് ചിത്തമല്ലാതെ നിങ്ങൾ ചെയ്യാൻ പാടില്ല. നിങ്ങൾ മറ്റുള്ളവർക്ക് കഷ്ടം വരുവാൻ വേണ്ടി നിങ്ങൾ ചെയ്യുവാന്നുണ്ടെങ്കിൽ അത് തപ്പുതാൻ. എനിവേ ഞാൻ എന്നാലും നിങ്ങൾ ആണ്ടോട് സുവിശേഷം ചൊല്ലുക. ആണ്ടോ അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ, നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്ക് തന്നിരിക്കുന്ന സമയത്തിനായി സ്തോത്രം. ആണ്ടോടെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.